ഹായ് ഫ്രണ്ട്സ്, MKN വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എംബ്രോയ്ഡറി ഫ്രെയിമുകളെ എങ്ങനെയാണ് കൂടുതൽ കാലം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് എംബ്രോയ്ഡറി ഫ്രെയിമുകൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അതുപോലെ തന്നെയാണുള്ളത്. എന്നാൽ ഈ കാണുന്ന ഫ്രെയിമിന് വെള്ള നിറമാണുള്ളത്. ആ വെള്ള നിറം വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാസ്കിംഗ് ടേപ്പ് ഉണ്ടല്ലോ, മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഈ ഫ്രെയിമുകളെ ചുറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചുറ്റിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എംബ്രോയ്ഡറി ഫ്രെയിം 1, 2, 3 ലെയറുകളായിട്ടുള്ള റൗണ്ട് പീസുകൾ യോജിപ്പിച്ചിട്ടുള്ള ഫ്രെയിമുകളാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കും തോറും ആ ഫ്രെയിമുകൾ അടർന്നു പോകുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കി നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇതിനെ നമ്മൾ ചുറ്റി ഉപയോഗിക്കുന്നത്. മാസ്കിംഗ് ടേപ്പിന് പകരം ഒരു കോട്ടൺ തുണിയോ പോളിസ്റ്റർ തുണിയോ ഉപയോഗിച്ച്, കനമില്ലാത്ത തുണി ഉപയോഗിച്ചിട്ട് നീളത്തിൽ മാസ്കിംഗ് ടേപ്പിൻ്റെ വീതിയിൽ, അതായത് ഇത്തരത്തിലുള്ള, അതിലും വീതി കൂടിയതായാലും കുഴപ്പമില്ല, മാസ്കിംഗ് ടേപ്പിൻ്റെ വീതിയിൽ കട്ട് ചെയ്ത് എംബ്രോയ്ഡറി ഫ്രെയിമുകളിൽ ചുറ്റിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇന്നിവിടെ ചെയ്യുന്നത് എംബ്രോയ്ഡറി ഫ്രെയിമിൽ എങ്ങനെയാണ് മാസ്കിംഗ് ടേപ്പ് ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ചെറിയ എംബ്രോയ്ഡറി ഫ്രെയിമിലാണ് മാസ്കിംഗ് ടേപ്പ് ചുറ്റിയെടുക്കുന്നത്. നമ്മുടെ മാസ്കിംഗ് ടേപ്പ് ആദ്യം നമ്മൾ ഈ ഫ്രെയിമിനെ ഈ ഒരു സ്ക്രൂവിൽ നിന്ന് ലൂസാക്കി എടുക്കുക. അതിനുശേഷം ഒന്നെങ്കിൽ ഉള്ളിലുള്ള ഫ്രെയിം എടുക്കുക, അതല്ലെങ്കിൽ പുറത്തുള്ള ഫ്രെയിം എടുത്തിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക. ഒരറ്റം മറ്റേ അറ്റമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിക്ക് ചുറ്റുക. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. തുണിയാവുമ്പോൾ ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുത്ത് പിന്നെ അത് ജോയിൻ ചെയ്യേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്കിത് തന്നെ പശയും ഉണ്ടാവും. ജസ്റ്റ് ചുറ്റിയെടുത്താൽ മാത്രം മതി. അതുപോലെ എംബ്രോയ്ഡറി നൂലുകൾ ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചുറ്റിയെടുക്കാം. പക്ഷേ ഇത്ര അടുപ്പിച്ച് അല്ലെങ്കിൽ ഇതാക്കിയിട്ടല്ല ചുറ്റേണ്ടത്, നല്ല ഗ്യാപ്പ് ഇട്ട് ചുറ്റിയെടുത്താലും മതി. ഇത്രയും ഭാഗം അതിനുശേഷം നമുക്കിത് മുറിച്ച് എടുക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ അടുത്ത ഭാഗം നമ്മൾ ചുറ്റിയെടുക്കാം. നമ്മൾ ഉള്ളിലത്തെ ചുറ്റിയപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല. എന്നാൽ നമ്മൾ പുറമേലുള്ള ഈ ഒരു റൗണ്ട് ചുറ്റിയെടുക്കുമ്പോൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു നമ്മുടെ സ്ക്രൂ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം മുതൽ നമ്മൾ ഇത് ചെയ്യണം. മിക്കവാറും ആളുകളുടെയൊക്കെ ഇവിടുന്ന് മുതൽ പൊട്ടിപ്പോവാറാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഉള്ളിലെ ഭാഗം അടർന്നു പോകും. അപ്പം നമ്മുടെ എംബ്രോയ്ഡറി ഫ്രെയിം എത്ര കാലം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എത്ര കാലം കേടുകൂടാതിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഉപയോഗവും അതുപോലെ നമ്മൾ അതിനെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ കംപ്ലീറ്റ് ചുറ്റിക്കഴിഞ്ഞു. ഇതിനുള്ളിൽ ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ രണ്ട് ഭാഗവും നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രൂവിൻ്റെ കുറച്ച് അധിക ഭാഗം നമ്മൾ ലൂസാക്കിയിട്ട് വേണ്ടി വരും ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരുപാട് കാലം ഉപയോഗിക്കാൻ നമുക്കിത് നല്ലൊരു പ്രൊട്ടക്ഷനാണ്. പിന്നെ
ഇത് തുണി ഉപയോഗിച്ച് ചുറ്റി വെച്ചിട്ടുള്ളതാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു സാധനമാണ്. ഇതുപോലെ കുറച്ചും കൂടെ കാണാൻ വൃത്തിയും അതുപോലെ തന്നെ ചെയ്യാൻ എളുപ്പവും മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.